നമസ്തേ, കാന്താരി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നാക്കി കാണിക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ നന്നാക്കാൻ തുടങ്ങാം. ആദ്യം ചെമ്മീൻ കയ്യിലെടുത്തിട്ട് അതിൻ്റെ തല മാത്രം നമുക്ക് വലിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തുള്ള കാലുകളും കൂടി വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തോല് പൊളിച്ച് കിട്ടും. ലാസ്റ്റ് നമുക്ക് ആ വാലുമ പിടിച്ചിട്ട് ഒന്നും കൂടി വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാംസം മാത്രമായിട്ട് തന്നെ മാറ്റി കിട്ടും. എനിക്കത്ര വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. വലിയതായതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ മിക്കവാറും മേടിക്കാറ്. ചെറുതാണെങ്കിൽ എനിക്ക് നന്നാക്കാൻ ഒട്ടും അറിയില്ല. ചെറുതൊക്കെ ആണെങ്കിൽ ഞാൻ ഉണക്കി വയ്ക്കാറാണ് പതിവ്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നന്നാക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നാക്കി കഴിയാമിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൊരു ഞരമ്പുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കട്ട് ചെയ്തിരുന്നത് കാണിച്ചു തരാം. നമുക്ക് ഇതും കൂടി ലാസ്റ്റ് നന്നാക്കി കഴിഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. പതിയെ ആ തലഭാഗത്തൊന്ന് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഞരമ്പ് നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. അത് എന്നിട്ട് നമുക്ക് കൈ വെച്ച് പതിയെ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അത് നമ്മുടെ വയറിന് കംപ്ലൈൻ്റ് ആവുന്ന സാധനമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഒരു കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നാക്കി വന്നപ്പോൾ തൊണ്ടാണ് കൂടുതൽ. അതിൻ്റെ മാംസം നമുക്ക് തീരെ കുറവാണ് കിട്ടിയത്, കണ്ടോ. ഇത്രയും മാംസമേ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കിക്കൊണ്ട് വരാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കഴുകി. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല്, ദൂഷിച്ച സ്മെല്ലൊക്കെ പോയി കിട്ടും. 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോൾ ഇത്രയും മാംസമാണ് കിട്ടിയത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് ഫ്രൈ ആക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഇതിനുള്ളിൽ തന്നെ വെള്ളമുണ്ട്, വെള്ളം മാറുന്നു വന്നോളും. അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ അവിടെ കിടന്ന് വേവുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. രണ്ട് വലിയ സവാളയാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഡ്രൈ ആയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. പച്ചത്തേങ്ങയാണെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കണം, ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതിനകത്ത് തേങ്ങ കൊത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതോടൊപ്പം നമ്മൾ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത് ചേർന്ന് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള ഐറ്റംസും കൂടി ചേർക്കാനായിട്ട് കേട്ടോ. സവാളയൊക്കെ ഒരു ഇതായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണേ. ഈ തക്കാളിയൊക്കെ നമുക്ക് നല്ലോണം ഉടയണത് വരെ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. കൂടെ പച്ചമുളകും കൂടി ഞാൻ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ച് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പൊടി ഐറ്റംസൊക്കെ ചേർക്കാനായിട്ട്.
അതോടൊപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിരുന്നില്ല, പക്ഷേ വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം വാർന്നു വന്നു. ഇനി നമുക്കതിൻ്റെ മാംസം മാത്രമായിട്ട് കോരി മാറ്റിയെടുക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ഒക്കെ ലാസ്റ്റ് ചേർക്കാനുള്ളത്. ഇപ്പോൾ ഫ്രൈ ആക്കാതെയല്ലേ നമ്മൾ വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇതിനകത്ത് കിടന്നൊന്ന് വലിഞ്ഞ് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ. നല്ല സ്മെല്ലാട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ. ഞാനൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്, പിന്നെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടി ഐറ്റംസും നമ്മുടെ ആ ചെമ്മീനും എല്ലാവരും കൂടി നല്ലോണം ഒന്ന് ചേർന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കരുത്, നമുക്ക് ഉടഞ്ഞു പോകും നമ്മുടെ ചെമ്മീനൊക്കെ. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേണം നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരുവിധം നമ്മുടെ ചെമ്മീനും തക്കാളിയും സവാളയും നമ്മുടെ മസാല എല്ലാവരും കൂടി ചേർത്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ റോസ്റ്റ് ശരിയായത്. വെള്ളമൊന്നും കൂടുമൊന്നുമില്ല കേട്ടോ, അതോർത്ത് ആരും പേടിക്കണ്ട. ഇത് നമുക്ക് കറക്റ്റ് പരിവാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ആ ചാറ് വെന്ത വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും കൂടുതലൊന്നുമില്ല. കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവും പാകമൊക്കെ നോക്കാം, എരിവ് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്